ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പൊതുവേ നെയിമിംഗ് റിയാക്ഷൻസിൻ്റെ എണ്ണം വളരെ കൂടിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും നെയിമിംഗ് റിയാക്ഷൻസ് കണക്റ്റഡ് ആയിരിക്കാം. പിന്നെ കുറച്ച് മെക്കാനിസംസും ഉള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എൻട്രൻസിന് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിൽ റിയാക്ട് വിത്ത് സോഡിയം ബൈകാർബണേറ്റ് സൊല്യൂഷൻ ടു ഗീവ് സോഡിയം സോൾട്ട് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം സോഡിയം ബൈകാർബണേറ്റിനെ ഒന്ന് നോക്കാം. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഇയാൾ റിയാക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും റിലേറ്റീവ്ലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യും. കാരണം തിരിച്ച് ഇയാൾ വീണ്ടും ആസിഡ് ആകാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു H+ ഗെയിൻ ചെയ്യണം. H+ ഗെയിൻ ചെയ്ത് ഇയാൾ വീണ്ടും H2CO3 ആകാൻ നോക്കും, അല്ലെങ്കിൽ H2O ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആകാൻ നോക്കും. അപ്പോൾ ഇതിലേറ്റവും അപ്പോൾ ചോയ്സ് ചെയ്യുന്നേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ ഇതിൻ്റെ ആൻസർ. ഒന്ന് തന്നിരിക്കുന്ന അസറ്റിക് ആസിഡാണ്, 2 നോർമൽ ഹെക്സനോൾ, 3 ഫീനോൾ, 4 ബോത്ത് B ആൻഡ് C. അപ്പോൾ ഇതിൽ റിലേറ്റീവ്ലി സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. അപ്പോൾ അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഇയാൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രോഡക്റ്റുകളായ സോഡിയം സോൾട്ടും കാർബൺ ഡൈ ഓക്സൈഡും തരും. അപ്പോൾ ഞാൻ എൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇപ്പോൾ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം CH3COOH. ഇയാൾ NaHCO3യുമായിട്ട് റിയാക്ട് ചെയ്താൽ CH3COONA, അതായത് സോഡിയം അസറ്റേറ്റ് പ്ലസ്, പിന്നെ ശരിക്ക് H2Oയും CO3യും വേണമെങ്കിൽ ഒരുമിച്ച് H2CO3 എന്ന് എഴുതാം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ എന്നും എഴുതാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ 2 ആളുകളാണ് ചോദിച്ചിരിക്കുന്നത്, ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും വേറൊന്ന് സോഡിയം സോൾട്ടും. അപ്പോൾ ഇത് തരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അസറ്റിക് ആസിഡിനാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ A ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി? അസിഡിറ്റി മീൻസ് നിങ്ങൾക്കറിയാം COOH ഗ്രൂപ്പിൽ നിന്നും H+നെ എത്ര എളുപ്പത്തിൽ റിലീസ് ചെയ്യാൻ സാധിക്കുന്നു, ദാറ്റ് കോമ്പൗണ്ട് ഈസ് മോർ അസിഡിക്. സോ COOH എന്ന് പറയുന്നത് ഒരു H+നെ റിലീസ് ചെയ്താൽ COO- അതായത് കാർബോക്സിലേറ്റ് അയോൺ പ്ലസ് H+ അയോൺ ആവും. അപ്പോൾ ഇതിൽ നിന്ന് എത്ര ഈസി ആയിട്ടാണ് H+ റിലീസ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ COOH അറ്റാച്ച് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ അതിനൊരു ബേസിക് കോൺസെപ്റ്റ് ഉണ്ട്. ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസിങ് ആണെങ്കിൽ അത് അസിഡിറ്റിയെ കുറയ്ക്കും, ഇലക്ട്രോൺ വിഡ്രോയിങ് ആണെങ്കിൽ അത് അസിഡിറ്റിയെ കൂട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ C≡OH ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് റിലീസ് ചെയ്യുന്നത് ഇവിടുന്ന് ഇലക്ട്രോണിക് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് C≡O ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ എത്ര ഈസി ആയിട്ട് ഓക്സിജൻ ഹൈഡ്രജനിൽ നിന്ന് ഇലക്ട്രോണിനെ വലിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ ഓക്സിജൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്. ഓക്സിജൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ തീരുമാനിക്കുന്നത് ഈ കാർബണിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ വരുന്ന ഗ്രൂപ്പ് ഇലക്ട്രോണുകളെ കൂടുതൽ ഈ കാർബണിലേക്ക് റിലീസ് ചെയ്താൽ കാർബൺ അത് ഓക്സിജനിലേക്ക് കൊടുക്കും. അപ്പം ഓക്സിജന് ഹൈഡ്രജനിൽ നിന്ന് ഇലക്ട്രോണിനെ വാങ്ങാനുള്ള ടെൻഡൻസി കുറയും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് COOH ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണോ എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുന്നതാണോ, ഓർ ഇലക്ട്രോൺ റിലീസിങ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് വിൽ ഇൻക്രീസ് ദ അസിഡിറ്റി. ഇലക്ട്രോൺ റിലീസിങ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് ഡിക്രീസസ് ദി അസിഡിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് ചോയ്സസ് നോക്കാം. ഒന്നാമത്തത് ഫോമിക് ആസിഡ്, രണ്ടാമത്തെ അസറ്റിക് ആസിഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫോമിക് ആസിഡ് ഈസ് മോർ അസിഡിക് ദാൻ അസറ്റിക് ആസിഡ്, കാരണം CH3 ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. Then comes chloroacetic acid. Chloroacetic acid, you have a chlorine which is an electronegative or electron withdrawing group.
അപ്പോൾ അത് ലെസ് അസിഡിക് ആണെന്നുള്ള ആ ഓർഡർ തെറ്റാണ്. പിന്നെ C2H5COOH പ്രൊപ്പനോയിക് ആസിഡ്. അപ്പോൾ ഇവിടെ ഈ 4 ആസിഡുകളെ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും സ്ട്രോങ്കസ്റ്റ് ആസിഡ് ആവാൻ സാധ്യതയുള്ളത് ക്ലോറോ അസറ്റിക് ആസിഡാണ്, പിന്നെ ഫോമിക് ആസിഡാണ്, പിന്നെ അസറ്റിക് ആസിഡാണ്, പിന്നെ പ്രൊപ്പനോയിക് ആസിഡാണ്. അപ്പോൾ ആ ഓർഡറിൽ നമുക്കുള്ളത് ചോയ്സ് ബി ആണ്. അവിടെ ക്ലോറോ അസറ്റിക് ആസിഡ്, ബിക്കോസ് ക്ലോറിൻ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ദെൻ ഫോമിക് ആസിഡ്, ദെൻ അസറ്റിക് ആസിഡ്, then come propanoic acid, correct? So the order is B ആണ് കറക്റ്റ് ഓർഡർ ഉള്ളത്. സോ ദ ആൻസർ ഈസ് ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രൊപ്പനോയിക് ആസിഡ് റിയാക്ട് വിത്ത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് gives A on reaction with alcoholic KOH gives B. അപ്പോൾ ക്ലോറിൻ ആൻഡ് റെഡ് ഫോസ്ഫറസ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് HVZ റിയാക്ഷനാണ്, ഹെൽ-ഓൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. അപ്പോൾ ആ റിയാക്ഷനിൽ എന്താ പ്രത്യേകത? ആൽഫ പൊസിഷനിലെ ഹൈഡ്രജനെ ക്ലോറിൻ റീപ്ലേസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ CH3 CH2 COOHനെ റെഡ് ഫോസ്ഫറസ് ആൻഡ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? CH2 CHCl COOH. അപ്പോൾ ഈ പ്രോഡക്റ്റിന് ആൽഫ ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് അല്ലെങ്കിൽ 2-ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ്, ഈ പ്രോഡക്റ്റിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഈ ക്ലോറിനെ ഈ പല ഗ്രൂപ്പുകൾ വെച്ചും ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾ അക്വസ് KOHO NaOHO ഉപയോഗിച്ചാൽ, അക്വസ് ആണ്, നിങ്ങൾക്ക് ഇത് മാറ്റി എന്ത് കിട്ടും? CH3 CHOH COOH കിട്ടും. ലാക്റ്റിക് ആസിഡ് കിട്ടും. അല്ല, ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്താൽ അമിനോ ആസിഡ് ഉണ്ടാക്കാം. നിങ്ങൾ KCNുമായിട്ട് റിയാക്ട് ചെയ്താൽ Cl മാറ്റി സൈനൈഡ് കൊണ്ടുവരാം. അതിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ആസിഡ് കിട്ടും. അപ്പോൾ 2 ആസിഡ് ഗ്രൂപ്പ് ഒരു കോമ്പൗണ്ടിൽ കൊണ്ടുവരാം. പക്ഷേ ഇവിടെ ചോദ്യം അക്വസ് എന്ന് വരെ ആൽക്കഹോളിക് KOH ആണ്. ആൽക്കഹോളിക് KOH ഏത് റിയേജൻ്റ് ആണ്? ബീറ്റ എലിമിനേഷൻ തരുന്ന ഒരു റിയേജൻ്റ് ആണ്. അപ്പോൾ ഈ ക്ലോറിനും ഇവിടുന്ന് ഹൈഡ്രജനും പോയിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു ആൽക്കീനെ കിട്ടും. അതായത് CH2 ഡബിൾ ബോണ്ട് CH COOH, അക്രിലിക് ആസിഡ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്രൊപ്പ് 2-ഈൻ-ഓയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡിനെ കിട്ടും. അങ്ങനെ നോക്കിയാൽ ആൻസർ C ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ആണ്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ട്രെങ്ത് ഓഫ് ദ ഹൈഡ്രജൻ ബോണ്ടാണ്. പൊതുവെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോമ്പൗണ്ടുകൾ ഏതൊക്കെയാണ്? ആൽക്കഹോൾസ് ഉണ്ട്, പിന്നെ ആസിഡ്സ് ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കോമ്പൗണ്ടുകളാണ്, ഈവൻ വാട്ടറുമായിട്ടും അവർ തമ്മിലും. അപ്പോൾ ഇവിടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ ആശ്രയിച്ചിട്ടാണ്. ഇവിടെ തന്നിരിക്കുന്ന 3 കോമ്പൗണ്ടുകൾ എല്ലാം കമ്പയറബിൾ മോളിക്കുലർ മാസ്, 4 കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ആദ്യത്തേത് ബ്യൂട്ടനോൾ, ബ്യൂട്ടൻ 1 മോൾ. രണ്ടാമത്തത് ബ്യൂട്ടനാൽ ആൻഡ് മൂന്നാമത്തത് ബ്യൂട്ടനോയിക് ആസിഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പൊതുവേ ആസിഡുകൾ ഈ വേപ്പർ സ്റ്റേറ്റിൽ വരെ ഡൈമറൈസ് ചെയ്ത് കാണുന്ന കോമ്പൗണ്ടുകളാണ്. അപ്പോൾ പൊതുവേ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് 2 ഹൈഡ്രജൻ ബോണ്ട് അവർ തമ്മിലും ഉണ്ടാക്കാം, സറൗണ്ടിങ് മോളിക്യൂൾസുമായിട്ട് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു കോമ്പൗണ്ടാണ് ആസിഡ്. അപ്പം സ്വാഭാവികമായിട്ടും ആസിഡിനിടയിലുള്ള അല്ലെങ്കിൽ ആസിഡുകൾക്കിടയിലുള്ള ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ കമ്പയറബിളി ഇവിടെ ഫസ്റ്റ് നമ്പർ വരാൻ സാധ്യതയുള്ള ആൾ 3 ആണ്. 3 ആയിരിക്കണം ഏറ്റവും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടനോയിക് ആസിഡ്. പിന്നെ ആൾഡിഹൈഡുകൾ അങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അടുത്ത ആരായിരിക്കും സാധ്യത? ആൽക്കഹോൾ ആയിരിക്കും. ആൽക്കഹോൾസ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇവിടുത്തെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 3-1-2 ആണ്. 3-1-2 എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. സോ ദി ആൻസർ ഈസ് ബി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസിഡ്സ് ഹാസ് ദി സ്മോളസ്റ്റ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്?
സ്മോളസ്റ്റ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ലെസ് അസിഡിക്. തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളിൽ ഏതാണ് ലെസ് അസിഡിക് എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അസിഡിറ്റി എന്ന് പറയുന്നത് COOH ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിനെ ആശ്രയിച്ചിരിക്കും. ആ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണെങ്കിൽ അസിഡിറ്റിയെ കൂട്ടും, അത് ഇലക്ട്രോൺ റിലീസിങ് ആണെങ്കിൽ അസിഡിറ്റിയെ കുറയ്ക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ഒന്ന് നോക്കൂ. ഒന്ന് 2-fluoropropanoic ആസിഡാണ്. രണ്ടാമത്തെ കാർബണിൽ ഫ്ലൂറിൻ. ഫ്ലൂറിൻ റിലേറ്റീവ്ലി ഒരു സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പം അത് തൊട്ടടുത്ത് ആസിഡ് ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത് വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് അസിഡിറ്റിയെ കൂട്ടും. രണ്ടാമത് ഫ്ലൂറിൻ അതിൻ്റെ തൊട്ടടുത്ത കാർബണിലേക്ക് വരുന്നു, 3-fluoropropanoic ആസിഡ്. അടുത്ത് വരുന്നത് 3-bromopropanoic ആസിഡാണ്. ബ്രോമിൻ ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ഇലക്ട്രോൺ നെഗറ്റീവ് ദാൻ ഫ്ലൂറിൻ ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അസിഡിക്. പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാവുന്ന ഇവർ രണ്ടുപേരെയാണ്, അതായത് 3-bromoacetic ആസിഡ് പ്രൊപ്പനോയിക് ആസിഡും 2-bromopropanoic ആസിഡും. അപ്പോൾ ഇതിൽ നോക്കൂ, ബ്രോമിൻ്റെ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് അത് COOH ഗ്രൂപ്പിന് അടുത്തായിരിക്കുമ്പോഴാണ്, അതായത് ആൽഫ കാർബണിലായിരിക്കുമ്പോഴാണ്. ഇവിടെ ബ്രോമിൻ ബീറ്റ കാർബണിലാണ്, അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ നോക്കിയാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞതും, അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ കുറഞ്ഞതും, പിന്നെ ദൂരത്തും ഇരിക്കുന്നതായ കോമ്പൗണ്ട്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ദൂരെ ഇരിക്കുന്നതുമായ കോമ്പൗണ്ട് C ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും വീക്കസ്റ്റ് ആസിഡ് എന്ന് പറയുന്നത് C ആണ്. അപ്പോൾ വീക്കസ്റ്റ് ആസിഡ് C ആയതുകൊണ്ട് അയാളുടെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും സ്മോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? Ka ആണ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ Ka എഴുതി നോക്കാം. അപ്പോൾ Ka is equal to concentration, product of the concentration of the products and product of the concentration of the reactants. ഇവരുടെ റേഷ്യോയാണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയാൽ കോൺസെൻട്രേഷൻ ഓഫ് Br CS2 CS2 COO മൈനസ് പിന്നെയോ H3O പ്ലസ് ഡിവൈഡഡ് ബൈ then Br concentration of Br CS2 CS2 COOH. അപ്പോൾ Ka കൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ന്യൂമറേറ്റർ കൂടിയിരിക്കുക എന്നാണ്. ന്യൂമറേറ്റർ കൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോർ അയോൺസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മോർ അസിഡിക് ആയിരിക്കുക. അപ്പം ഡിനോമിനേറ്ററാണ് കൂടിയിരിക്കുമ്പോഴാണ് Ka വാല്യൂ കുറയുന്നത് അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ കുറയാമെന്ന് പറഞ്ഞാൽ എന്താ? ഡിനോമിനേറ്റർ കൂടിയിരിക്കുന്നു, അതായത് Ka വാല്യൂ കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിനോമിനേറ്റർ ഡിസോസിയേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. ഡിസോസിയേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവെന്ന് പറഞ്ഞാൽ ലെസ് അസിഡിക് ആണെന്നർത്ഥം. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് Ka വാല്യൂ സിക്കാണ്, അതുകൊണ്ട് ആൻസർ C ആണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദി ഓക്സിഡേഷൻ ഓഫ് പ്രൊപ്പനാൾഡിഹൈഡ്? അപ്പോൾ നിങ്ങൾക്കറിയാം പ്രൊപ്പനാൾഡിഹൈഡ് എന്ന് പറയുന്നത് 3 കാർബണുള്ള ഒരു ആൾഡിഹൈഡാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈമറി ആൽക്കഹോൾ ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് ആൾഡിഹൈഡ്സ്, ആൾഡിഹൈഡ്സ് ആൻഡ് ഓക്സിഡേഷൻ ഗീവ്സ് ആസിഡ്സ്. അപ്പോൾ ഇവിടെ പ്രൊപ്പനാൾഡിഹൈഡ് ഏത് ആസിഡിനെ തരും? ആസിഡ്സ് വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. പ്രൈമറി ആൽക്കഹോൾ ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് ആൾഡിഹൈഡ്സ് വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ, വിച്ച് ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് ആസിഡ്സ് വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 3 കാർബണുള്ള ആൾഡിഹൈഡാണ്. അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടണം? 3 കാർബണുള്ള ആസിഡ് തന്നെ കിട്ടണം. അപ്പോൾ ഇതിൽ ഏതാ 3 കാർബണുള്ള ആസിഡ് എന്ന് നോക്കിയാൽ മതി. ഏതാ? പ്രൊപ്പനോയിക് ആസിഡാണ് 3 കാർബണുള്ള ആസിഡ്. വെരി സിമ്പിൾ ആൻസർ. അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. സോ ആൻസർ ഈസ് C. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അസറ്റൈൽ ക്ലോറൈഡ്. അസറ്റൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് ക്ലോറൈഡ് അല്ലേ? CH3COCl ഈസ് റെഡ്യൂസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ് ആൻഡ് പലേഡിയം. അപ്പോൾ നിങ്ങൾ ഈ ബേരിയം സൾഫേറ്റ് ആൻഡ് പലേഡിയം എന്ന റിയേജൻറ്റ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു നെയിമിംഗ് റിയാക്ഷൻ ഉണ്ട്, വരേണ്ട ഒരു നെയിമിംഗ് റിയാക്ഷൻ. ഏതാ അത്? റോസൻമണ്ട് റിഡക്ഷനാണ്. അപ്പോൾ എന്താ റോസൻമണ്ട് റിഡക്ഷൻ്റെ പ്രത്യേകത? ആസിഡ് ക്ലോറൈഡ്സ് ആർ റെഡ്യൂസ്ഡ് ടു ആൾഡിഹൈഡ്സ്. അപ്പോൾ ചോദിക്കും എന്താ പ്രത്യേകത? നമ്മൾ നോർമൽ റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? നോർമൽ റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ ആൾഡിഹൈഡ് വീണ്ടും റെഡ്യൂസ് ചെയ്ത് ആൽക്കഹോൾ ആവും. അപ്പോൾ ആസിഡ് ക്ലോറൈഡിനെ റെഡ്യൂസ് ചെയ്ത് ആൾഡിഹൈഡിൽ നിർത്തണം. അതിനുപയോഗിക്കുന്ന ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ് ബേരിയം സൾഫേറ്റ്
ആൻഡ് പലേഡിയം എന്ന് പറയുന്നു. അപ്പോൾ ആസിഡ് ക്ലോറൈഡുകളെ റെഡ്യൂസ് ചെയ്താൽ എന്ത് കിട്ടണം? ആൾഡിഹൈഡ് കിട്ടണം. അപ്പോൾ ഇതിൽ ഏതാണ് ആൾഡിഹൈഡ് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ആൻസറിൽ ആദ്യത്തേതാണ് ആൾഡിഹൈഡ്, പിന്നെ ആസിഡ് കീറ്റോണൊക്കെയാണ്. പിന്നെ അസറ്റൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ 2 കാർബണുള്ള ആസിഡ് ക്ലോറൈഡാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 2 കാർബണുള്ള ആൾഡിഹൈഡ് തന്നെ ഉണ്ടാകണം. അങ്ങനെ എല്ലാം കൊണ്ടും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, അതായത് അസറ്റാൾഡിഹൈഡാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കൂ, an unknown compound D first oxidized to aldehyde, then to acetic acid by a dilute solution of K2Cr2O7, potassium dichromate and sulfuric acid. The compound D is. Very simple question ആണ്. കാരണം എനിക്ക് കോമ്പൗണ്ട് ഡി ഏതാണെന്ന് അറിയില്ല. അതാണ് ഞാൻ ആദ്യം ഓക്സിഡൈസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ആൾഡിഹൈഡ് കിട്ടി. അപ്പോൾ നമുക്കറിയാം പ്രൈമറി ആൽക്കഹോൾ ഓൺ ഓക്സിഡേഷൻ ഈസ് ആൾഡിഹൈഡ്സ് വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ ആണല്ലോ. അപ്പോൾ ഞാൻ എത്ര കാർബണുള്ള ആൽക്കഹോളാണോ എടുത്തത് അത്രയും കാർബണുള്ള ആൾഡിഹൈഡ് ആയിരിക്കണം കിട്ടിയത്. അയാളെ വീണ്ടും ഓക്സിഡേഷൻ നടത്തിയാൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞു? ആസിഡ്സ് വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ. അപ്പോൾ ഇവിടെ കിട്ടിയ ആസിഡ് ഏതാ? ഇവിടെ കിട്ടിയ ആസിഡ് അവർ പറയുന്നു അസറ്റിക് ആസിഡാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് നോക്കാം. അപ്പോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന 2 കാർബണുള്ള ആസിഡ് കിട്ടണമെങ്കിൽ എനിക്ക് കിട്ടിയത്, ഞാൻ എടുത്തത് 2 കാർബണുള്ള ആൾഡിഹൈഡ് ആയിരിക്കണം. 2 കാർബണുള്ള ആൾഡിഹൈഡ് എനിക്ക് വേണമെങ്കിൽ ഞാൻ 2 കാർബണുള്ള ആൽക്കഹോളിനെ എടുത്തിരിക്കണം. അപ്പോൾ ഇവിടെ 2 കാർബണുള്ള ആൽക്കഹോൾ ഏതാണെന്ന് നോക്കിയപ്പോൾ എത്തനോളാണ് അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ്. അപ്പോൾ എത്തനോൾ ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് എത്തനാൽ, എത്തനാൽ ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് അസറ്റിക് ആസിഡ് ഓർ എത്തനോയിക് ആസിഡ്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ ആൻസർ ബി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ നോക്കൂ, ഇൻ ദ റിയാക്ഷൻ CH3CN, ഇപ്പോൾ ഒരു സൈനൈഡാണ്, ഈഥേൻ നൈട്രൈൽ. അയാൾ ആദ്യം ഹൈഡ്രജൻ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു കോമ്പൗണ്ട് കിട്ടി എക്സ്. ആ കോമ്പൗണ്ടിനെ ഹൈഡ്രോളിസിസ് നടത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു കോമ്പൗണ്ട് കിട്ടി വൈ. അപ്പോൾ ക്വസ്റ്റ്യൻ ഈ വൈ ഏതാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം സൈനൈഡ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. അതായത് CH3 C ട്രിപ്പിൾ ബോണ്ട് N ആണ് സൈനൈഡ് ഓർ നൈട്രൈൽ. ഇയാൾ ആദ്യം റിഡക്ഷൻ നടക്കുമ്പോൾ ഇയാൾ ഇമീൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. CH3 CH ഡബിൾ ബോണ്ട് NH എന്നാണ്, ഇമീൻസ് എന്നാണ് ഇവരെ വിളിക്കുക. ഫസ്റ്റ് സെറ്റ് റിഡക്ഷൻ. രണ്ടാമത് ഇവരെ നിങ്ങൾ ആസിഡ് ഹൈഡ്രോളിസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ബോയിൽ ചെയ്യിക്കുന്നു. ബോയിൽ ചെയ്യിക്കുമ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഓക്സിജൻ വരും. സോ ദെൻ ഇറ്റ് ബിക്കം CH3 CHO ആയി മാറും, C ഡബിൾ ബോണ്ട് O ആയി മാറും. അതായത് നിങ്ങൾക്കൊരു ആൾഡിഹൈഡിനെ കിട്ടും. ഈ റിയാക്ഷനിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൾഡിഹൈഡാണ്. അത് ഏത് ആൾഡിഹൈഡാണ്? അസറ്റാൾഡിഹൈഡാണ്. അപ്പോൾ അതിൽ ആൻസർ സി ആണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കൂ, സൈനൈഡുകളെ റിഡാക്ഷൻ നടത്തിയാൽ അത് ഇമീൻസിനെ തരും, ഇമീൻസിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ അത് ആര് തരും? ആൾഡിഹൈഡുകളെ തരും. അപ്പോൾ 2 കാർബണുള്ളതായതുകൊണ്ട് 2 കാർബണുള്ള ആൾഡിഹൈഡ്, അതായത് അസറ്റാൾഡിഹൈഡ്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ആസ്പ്രിൻ ഈസ് ആൻ അസറ്റൈലേഷൻ പ്രോഡക്റ്റ് ഓഫ് ആണ്. ആസ്പ്രിൻ എല്ലാവർക്കും പരിചയമുള്ളൊരു മോളിക്യൂളാണ്. ഇത് ഏത് കോമ്പൗണ്ടിനെ അസറ്റൈലേഷൻ നടത്തുമ്പോഴാണ് കിട്ടുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇയാളെ നമുക്ക് കിട്ടുന്നത് സാലിസിലിക് ആസിഡിൽ നിന്നാണ്. നിങ്ങൾ കോൾപ്സ് റിയാക്ഷൻ വഴി സാലിസിലിക് ആസിഡ് പ്രിപ്പയർ ചെയ്തു. ആ സാലിസിലിക് ആസിഡിനെ നിങ്ങൾ അസറ്റിക് അൺഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആസ്പ്രിൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം സാലിസിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിൽ ഇവിടെ ഒരു OH, ഇവിടെ ഒരു COOH, ഇതാണല്ലോ സാലിസിലിക് ആസിഡ്. ഇയാളെ ഞാൻ അസറ്റിക് അൺഹൈഡ്രൈഡ് OCOCH3 COCH3 ഇങ്ങനെ എടുക്കാം, മനസ്സിലാക്കാൻ എളുപ്പത്തിൽ. ഒരു എച്ചും ഇതും കൂടെ ചേർന്ന് ഒരു അസറ്റിക് ആസിഡ് പുറത്തു പോയി, CH3 COOH അയാൾ പുറത്തു പോയി. ഇനി ഏതാ ബാക്കിയുള്ളത്? ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഇവിടെ OCOCH3 ഒരു എസ്റ്റർ അല്ലേ, ദെൻ COOH.
ഈ മോളിക്കൂളാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസ്പിരിൻ കിട്ടിയത് ഇതിൽ ഏത് കോമ്പൗണ്ടിൽ നിന്നാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ബെൻസോയിക് ആസിഡാണ്. ബെൻസോയിക് ആസിഡിൻ്റെ ഓർത്തോ പൊസിഷനിൽ OH വരുന്നു. അപ്പോൾ ആ കോമ്പൗണ്ടിൻ്റെ പേര് സാലിസിലിക് ആസിഡിൻ്റെ പേരാണ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡാണ്. അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞ ചോയ്സ് ബി ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. കാർബണൈൽ കോമ്പൗണ്ട്സ് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ബിക്കോസ് ഓഫ് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ആൽഡിഹൈഡുകൾ കീറ്റോൺസ് ഒക്കെ ഹൈഡ്രജൻ സൈനൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ന്യൂക്ലിയോഫിലിക് അഡീഷന് വിധേയമായിട്ട് സയാനോഹൈഡ്രിൻസ് കിട്ടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ തരുന്നത് എന്നാണ് ചോദ്യം. അവരെന്തുകൊണ്ട് എളുപ്പത്തിൽ ന്യൂക്ലിയോഫിലിക് അഡീഷന് വിധേയമാകുന്നു? അപ്പോൾ ഇത് ചോയ്സ് ചെയ്യുന്നതിന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ. പിന്നെ ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്, പൈ ബോണ്ട് ഷിഫ്റ്റിംഗ്. മോർ സ്റ്റേബിൾ ആനയോൺ വിത്ത് നെഗറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ ആറ്റം ആൻഡ് ലെസ് സ്റ്റേബിൾ കാർബോണിയം അയോൺ, അതായത് കാർബോകാറ്റയോൺ. നൺ ഓഫ് ദി എബോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോയ്സിൽ നിങ്ങൾക്കറിയാം ഒരു ആൽഡിഹൈഡോ കീറ്റോണോ, ഞാൻ ഒരു ആൽഡിഹൈഡ് എടുക്കാം, H. ഇയാൾ ആദ്യം 5 ഇലക്ട്രോൺ എടുത്ത് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് CO മൈനസ് H ആണെങ്കിൽ H ഇങ്ങനെയായിരിക്കുമല്ലോ വരിക. അപ്പോൾ നെഗറ്റീവ് ചാർജ് മോർ ഇലക്ട്രോ നെഗറ്റീവായ ഓക്സിജനിലേക്കും ലെസ് സ്റ്റേബിളായ ഒരു കാർബോകാറ്റയോണും ഉണ്ടായാൽ, അപ്പോൾ ലെസ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ എന്നുള്ള വാക്കിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം HCN-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ H+ഉം CN- ആദ്യം CN- ആണ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് ഒരു ന്യൂക്ലിയോഫൈൽ ആയതുകൊണ്ടാണ് ഈ അഡീഷൻ്റെ പേര് ന്യൂക്ലിയോഫിലിക് അഡീഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആരാദ്യം വരുന്നത്? CN- ആദ്യം വന്ന് അറ്റാക്ക് ചെയ്യാൻ കാരണം എന്താണ്? ലെസ് സ്റ്റേബിൾ കാർബോണിയം അയോൺ ആയതുകൊണ്ടാണ്. അതേസമയം ലെസ് സ്റ്റേബിൾ O- അയോൺ ആണെങ്കിൽ ആദ്യം H+ പോയി ആഡ് ചെയ്തേനെ. H+ പോയി ആഡ് ചെയ്തെങ്കിൽ ആ റിയാക്ഷൻ്റെ പേരെന്തായിരുന്നേ? ഇലക്ട്രോഫിലിക് അഡീഷൻ എന്നായനെ. അപ്പോൾ ആ സെൻറ്റൻസ് ഒന്നുകൂടി നോക്കിയാൽ മോർ സ്റ്റേബിൾ ആനയോൺ, അതായത് O- കുറച്ചുകൂടി സ്റ്റേബിൾ ആണ് എവിടെ? ഓക്സിജനിൽ വരുന്നത് ആറ്റം. ലെസ് സ്റ്റേബിൾ കാർബോണിയം അയോൺ, ഈ കാർബോണിയം അയോൺ ലെസ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ആരാ ആദ്യം വന്ന് അറ്റാക്ക് ചെയ്യുക? ആദ്യം വന്ന് അറ്റാക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും CN-, അതായത് ന്യൂക്ലിയോഫൈൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ അഡീഷൻ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു പക്ക സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് C ആണ്. സോ ഇതിൻ്റെ ആൻസർ C ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റിഡക്ഷൻ ഓഫ് CO to CS2 ക്യാൻ ബി ക്യാരീഡ് ഔട്ട് വിത്ത് എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പിനെ CS2 ഗ്രൂപ്പ് ആക്കി മാറ്റുന്ന 2 റിഡക്ഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ക്ലെമൻസൺ റിഡക്ഷൻ. ക്ലെമൻസൺ റിഡക്ഷനിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് സിങ്ക് അമാൽഗം ആൻഡ് HCl ആണ്. അപ്പോൾ ക്ലെമൻസൺ റിഡക്ഷൻ നടക്കുന്നത് ഒരു ആസിഡ് മീഡിയത്തിലാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടും ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് ഒരു നെയിമിംഗ് റിയാക്ഷനെ തന്നിട്ടുള്ളൂ. രണ്ടാമത്തത് ഉൾഫ് കിഷ്ണർ റിഡക്ഷനാണ്. ഉൾഫ് കിഷ്ണർ റിഡക്ഷനിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹൈഡ്രസീനും KOH-ഉമാണ്. അതൊരു ബേസിക് മീഡിയത്തിലാണ്. അപ്പോൾ 2 തരം റിഡക്ഷനാണ്. ഒന്ന് ഉൾഫ് കിഷ്ണർ റിഡക്ഷനും വേറൊന്ന് ക്ലെമൻസൺസ് റിഡക്ഷനും. ഉൾഫ് കിഷ്ണറിൽ ഹൈഡ്രസീനും KOH-ഉം. അപ്പോൾ അത് എവിടെ നടക്കും? ബേസിക് മീഡിയത്തിൽ നടക്കും. അപ്പോൾ ഒരു സ്ട്രോങ് ബേസിക് മീഡിയത്തിൽ ഒരു CO ഗ്രൂപ്പിനെ CH2 ഗ്രൂപ്പ് ആക്കുന്ന റിഡക്ഷൻ്റെ പേരാണ് ഉൾഫ് കിഷ്ണർ റിഡക്ഷൻ. അപ്പം നമ്മളിതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് ആ റിയേജൻറ്റ്, റിയാക്റ്റൻറ്റിൻ്റെ സ്വഭാവം ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് ഈതർ ഉൾഫ് കിഷ്ണർ ഓർ ക്ലെമൻസൺ എടുക്കാം. അപ്പോൾ ഇവർ വെറുതെ റിഡക്ഷൻ ഓഫ് CO to CH2 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ COയെ CH2 ആക്കാൻ ഇതിൽ ഏത് വേണോ ഉപയോഗിക്കാം. പക്ഷേ കാറ്റലിറ്റിക് റിഡക്ഷൻ നടത്താൻ പറ്റില്ല. കാരണം അത് ആൽക്കഹോളായും ബാക്കിയെല്ലാം നോർമൽ റെഡ്യൂസിങ് ഏജൻസാണ്. കാറ്റലിറ്റിക് റിഡക്ഷൻ സോഡിയം ബാർ എത്തനോൾ, ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്, ഇവരെല്ലാം നോർമൽ റെഡ്യൂസിങ് ഏജൻ്റാണ്. ഇവർ OH-നെ തരുള്ളൂ. പക്ഷേ CH2-നെ തരണമെങ്കിൽ 2 റിഡക്ഷൻസേ പോസിബിൾ ഉള്ളൂ. അതിൽ ഒന്നിൻ്റെ പേരാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്, ഉൾഫ് കിഷ്ണർ. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ C ആണ്, ഉൾഫ് കിഷ്ണർ റിഡക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിൽ അണ്ടർഗോ
സെൽഫ് ആൾഡോൾ കണ്ടൻസേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് കോൾഡ് ഡൈലൂട്ട് ആൽക്കലി എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം സെൽഫ് ആൾഡോൾ കണ്ടൻസേഷൻ അഥവാ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ രണ്ട് തരം ആൾഡോൾ കണ്ടൻസേഷൻ ഉണ്ട്, ക്രോസ് ആൾഡോളും സെൽഫ് ആൾഡോളും. അപ്പോൾ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്താണ്, അവിടെ ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കണം. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ആറ്റം ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെയോ കീറ്റോ ഗ്രൂപ്പിൻ്റെയോ അടുത്ത പൊസിഷനിൽ ഉണ്ടെങ്കിലേ അത് തരാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇവിടെ രണ്ട് കോമ്പൗണ്ടുകളിൽ നിങ്ങൾക്ക് ആൽഫ ഹൈഡ്രജനെ കാണാം, രണ്ട് കോമ്പൗണ്ടുകൾ ഇല്ല. ഇപ്പോൾ ബിയിലില്ല ആൽഫ ഹൈഡ്രജൻ ആയിട്ട്. ആൽഫ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ദിസ് ഈസ് ആൽഫ കാർബൺ അല്ലേ, ആൽഫ കാർബണിൽ വരുന്ന ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ ഈ രണ്ട് കോമ്പൗണ്ടുകളിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ഇത് രണ്ടിനും ആൾഡോൾ കണ്ടൻസേഷൻ നടക്കാമെന്നാണ്. പക്ഷേ അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടി നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ, ആൽഫ ഹൈഡ്രജൻ ആറ്റം അറ്റ് എ സാച്ചുറേറ്റഡ് കാർബൺ ആറ്റം ക്യാൻ അണ്ടർഗോ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടി ശക്തമായി അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇതൊരു സാച്ചുറേറ്റഡ് അല്ല. അപ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ളത് ഡി മാത്രമാണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കൂ, അസറ്റാൽഡിഹൈഡ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു, അതായത് ആൽഡിഹൈഡ് തരാത്തത് ഏതാണെന്ന ചോദ്യം. അപ്പോൾ ഐഡോഫോം ടെസ്റ്റ് ഒന്നാമത്തത്. ഐഡോഫോം ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് രണ്ടും തരാം. എന്താ കണ്ടീഷൻ? CH3CO ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അതായത് COയുടെ അടുത്തൊരു CH3 ഗ്രൂപ്പ്. അസറ്റാൽഡിഹൈഡിൽ അതുണ്ട്, CH3CHO ആയതുകൊണ്ട് COയുടെ അടുത്തൊരു CH3 ഉണ്ട്. അതുകൊണ്ട് അത് ഐഡോഫോം ടെസ്റ്റ് തരും. ലൂക്കാസ് ടെസ്റ്റ് തരുമോ? ലൂക്കാസ് ടെസ്റ്റ് തരില്ല. കാരണം ലൂക്കാസ് ടെസ്റ്റ് എന്തിനുള്ള ടെസ്റ്റാണ്? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അൺഹൈഡ്രസിങ് ക്ലോറൈഡ് ആൻഡ് HCl ഉപയോഗിച്ച്. അപ്പോൾ അത് ആൽഡിഹൈഡ് തരില്ല. പിന്നെ ബെനഡിക്സും ടൊളൻസും ഒക്കെ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതിനകത്ത് ആൻസർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ബി ആണ്. ലൂക്കാസ് ടെസ്റ്റ് ഒരിക്കലും ആൽഡിഹൈഡ് തരില്ല. അപ്പം അതാണ് ആൻസർ. അടുത്ത, ആൽഡിഹൈഡ്സും കീറ്റോൺസും റിയാക്ട് വിത്ത് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഈ ചാപ്റ്ററിലുണ്ട്. അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓർമ്മയുണ്ടല്ലോ, ആൽഡിഹൈഡ് ഈ മീൻസ് ഹൈഡ്രസീൻ എടുത്താൽ ഹൈഡ്രസോൺ, ഫിനൈൽ ഹൈഡ്രസീൻ എടുത്താൽ ഫിനൈൽ ഹൈഡ്രസോൺ, പിന്നെ ഹൈഡ്രോക്സിലമൈൻ എടുത്താൽ അങ്ങനെ നമ്മൾ കുറേ അമോണിയ ഡെറിവേറ്റീവ്സ്, ഓക്സീൻസ്, അങ്ങനെ കുറേ ഡെറിവേറ്റീവ്സ് പഠിച്ചിട്ടുണ്ട്. അതിലൊരു പ്രത്യേക റിയാക്ഷനാണിത്. അതായത് ഫോമാൽഡിഹൈഡ് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഫോമാൽഡിഹൈഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന കോമ്പൗണ്ട് ഹെക്സാമെത്തിലീൻ ടെട്രാഅമൈൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടാണ്. ഹെക്സാമെത്തിലീൻ ടെട്രാഅമൈൻ എന്ന് പറഞ്ഞാൽ CH2 6 times N4. ഹെക്സാമെത്തിലീൻ CH2 6 times ഹെക്സാമെത്തിലീൻ N4 ടെട്രാഅമൈൻ. ഇതിൻ്റെ വേറൊരു പേര് യൂറോട്രോപ്പിൻ എന്നാണ്. ഇയാളൊരു യൂറിനറി ആൻറ്റിസെപ്റ്റിക്കാണ്. ഈ യൂറിനറി ഇൻഫെക്ഷൻസിൽ ഒരു ആൻറ്റിസെപ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോളിക്യൂളാണ് ഹെക്സാമെത്തിലീൻ ടെട്രാഅമൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അത് ഫോമാൽഡിഹൈഡിനെ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ ആൻസർ എന്ന് പറയുന്നത് ഹെക്സാമെത്തിലീൻ ടെട്രാഅമൈൻ എന്ന് പറയുന്ന ആൻസർ എ ആണ്. അതുകൊണ്ട് അതാണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അസറ്റാൽഡിഹൈഡ് റിയാക്ട്സ് വിത്ത് electrophiles, nucleophiles, free radicals, both electrophiles and nucleophiles. നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് വിൽ അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ. അപ്പോൾ അതിന് കാരണവും പറഞ്ഞു, അവിടെ ഉണ്ടാകുന്ന കാർബോകാറ്റയോൺ ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അയാൾ അതിൻ്റെ അടുത്തേക്ക് ഒരു നെഗറ്റീവ് ഗ്രൂപ്പിനെ അട്രാക്ട് ചെയ്യുള്ളൂ. ന്യൂക്ലിയോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ചാർജ് ലവിങ് ഗ്രൂപ്പ്സ്. അവർക്ക് പൊതുവെ എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്രൂപ്പ്സ് ആണ് ആദ്യം വരുന്നത് പോസിറ്റീവ് ചാർജിലേക്ക്. കാരണം ലെസ് സ്റ്റേബിൾ പോസിറ്റീവ് അയോൺ ആണ് അവിടെ. അതുകൊണ്ട് അതിൻ്റെ ആൻസർ ന്യൂക്ലിയോഫൈൽസ് ഒള്ളി എന്നുള്ളതാണ്. അതായത് ബി ആണ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ട്, ഒരുപാട് നെയിമിംഗ് റിയാക്ഷൻസ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യനിലും ഒരു നെയിമിംഗ് റിയാക്ഷൻ ഒളിഞ്ഞിരിക്കും. വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കി ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണിത്. വിച്ച് ആർ ദ ഫോളോയിങ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് 50% aqueous sodium hydroxide solution yields to the corresponding alcohol and acid.
അപ്പം അക്വസ് NaOHുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കഹോളും ആസിഡ്സും തരുന്ന റിയാക്ഷൻ ഏതാണ്? കാനിസറോസ് റിയാക്ഷനാണ്. കാനിസറോസ് റിയാക്ഷനിൽ എന്താ നമ്മൾ പഠിച്ചത്? ആൽഡിഹൈഡ്സ് ആൻഡ് ഡു നോട്ട് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ വെൻ ട്രീറ്റഡ് വിത്ത് അക്വസ് NaOH ഇറ്റ് വിൽ അണ്ടർഗോ സെൽഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ ആൽഡിഹൈഡ് ഓക്സിഡേഷൻ നടന്നാൽ ആസിഡ് ഉണ്ടാവും, ആൽഡിഹൈഡ് റിഡക്ഷൻ നടന്നാൽ ആൽക്കഹോൾ ഉണ്ടാവും. അപ്പോൾ ആൽഡിഹൈഡ് ആസിഡിനെയും ആൽക്കഹോളിനെയും തരണമെങ്കിൽ ആ റിയാക്ഷൻ ഏതായിരിക്കണം? കാനിസറോസ് റിയാക്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ കാനിസറോസ് റിയാക്ഷൻ തരണമെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡ് ആയിരിക്കണം. അങ്ങനെ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ഒരു ആൽഡിഹൈഡ് A ആണ്, അതായത് ബെൻസാൽഡിഹൈഡ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ബെൻസാൽഡിഹൈഡും ഫോമാൽഡിഹൈഡുമാണ്. ബെൻസാൽഡിഹൈഡ് ഓക്സിഡേഷൻ നടത്തിയാൽ ഇതിനകത്തൊരു ചെറിയ കൺഫ്യൂഷൻ വരാറുണ്ട്. ബെൻസാൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടത്തിയാൽ ബെൻസോയിക് ആസിഡ് കിട്ടും. റിഡക്ഷൻ നടന്നാൽ ഫീനോൾ എന്ന് നമ്മൾ ധരിക്കാറുണ്ട്, പക്ഷേ ഫീനോൾ അല്ല, ബെൻസിൽ ആൽക്കഹോളാണ്. ബെൻസിൽ എന്നിങ്ങനെ മുകളിൽ CH2OH ആണ്. എനിവേ ഒരു ആൽക്കഹോളും ഒരു ആസിഡും കിട്ടും. ആസിഡ് പിന്നെ വീണ്ടും NaOHുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം സോൾട്ട് ഓഫ് ആസിഡ് ആയിട്ട് മാറും, കാരണം വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആയതുകൊണ്ട്. എന്നാലും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബെൻസോയിക് ആസിഡാണ്. ഇത് കാനിസറോസ് റിയാക്ഷനാണ്. ഈ ക്വസ്റ്റ്യനുകളിൽ ഈ കാനിസറോസ് റിയാക്ഷൻ തന്നെ വേറൊരു രീതിയിൽ ചോദിച്ചത് കൂടെ കണ്ടതുകൊണ്ട് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണ്. അതായത് നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ വിൽ നോട്ട് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കാർബൺ കാർബൺ ബോൺസ്? കാർബൺ കാർബൺ ബോൺസ് ഉണ്ടാകാത്ത റിയാക്ഷൻ ഏതാണ്? കാനിസറോസ് മാത്രമല്ല, 2-3 നെയിമിംഗ് റിയാക്ഷൻസ് ഉണ്ടല്ലോ. ഒന്ന് റീമൽ-ടൈമൻ റിയാക്ഷൻ. നിങ്ങൾക്കറിയാം, റീമൽ-ടൈമൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീനോളിലേക്ക് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ക്ലോറോഫോമുമായിട്ട് റിയാക്ട് ചെയ്ത്. അപ്പോൾ ഫീനോളിനെ ഇപ്പോൾ ഞാൻ ഫുൾ റിയാക്ഷനിലേക്ക് പോകുന്നില്ല, CHCl3യുമായിട്ട് ക്ലോറോഫോമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീനോളിൽ ഒരു ആൽഡിഹൈഡ്, അതായത് യു കോൾ ഇറ്റ് എ സാലിസിൽ ആൽഡിഹൈഡ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ടാവും. മെക്കാനിസത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ പുതുതായിട്ട് കാർബൺ കാർബൺ ബോണ്ട് ഉണ്ടാകുന്നുണ്ട്, ഇവിടേക്ക് വേറെ കാർബൺ വരുമല്ലേ. സോ എ കാർബൺ കാർബൺ ബോണ്ട് ഈസ് ഫോംഡ്. അപ്പോൾ റീമൽ-ടൈമൻ റിയാക്ഷനിൽ കാർബൺ കാർബൺ ബോണ്ട് ഉണ്ടാകുന്നുണ്ട്. ഉണ്ടാകാത്തത് ഏതെന്നാണല്ലോ ക്വസ്റ്റ്യൻ. ഇനി കാനിസറോസ് റിയാക്ഷനിൽ അത് വരുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ HCHO, 2 മോളിക്യൂൾ HCHO എടുത്താൽ ഇത് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്ന് HCOONA ആണ്, വേറൊന്ന് CH3OH ആണ്. അവിടെ കാർബൺ കാർബൺ ബോണ്ട് പുതുതായിട്ട് ഉണ്ടാകുന്നില്ല. ആൽഡിഹൈഡ് ഓക്സിഡേഷൻ നടത്തി ആസിഡും റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതിലുള്ള ഉഡ്സ് റിയാക്ഷൻ. ലോവർ ആൽക്കൈൽ ഹാലൈഡ്സ് ബിക്കം ഹയർ ആൽക്കൈൻസ് വെൻ ട്രീറ്റഡ് വിത്ത് സോഡിയം. അപ്പോൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് നിങ്ങൾക്കറിയാം. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷനും അസൈലേഷനും. ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻ അസൈൽ ഗ്രൂപ്പ് ഓർ ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻ ദ ബെൻസീൻ റിംഗ് ആണ്. അപ്പോൾ ഈ ബാക്കി 3 പേരിലും കാർബൺ കാർബൺ ബോണ്ട് പുതുതായിട്ട് ഉണ്ടാകും. കാർബൺ കാർബൺ ബോണ്ട് പുതുതായിട്ട് ആകാത്തത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ കാനിസറോസ് റിയാക്ഷനിലാണ്. അപ്പോൾ നോക്കൂ, കാനിസറോസ് റിയാക്ഷൻ വേറെ രീതിയിൽ എങ്ങനെ ചോദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെയിമിംഗ് റിയാക്ഷനുകൾ വച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതലും വരിക. പക്ഷേ അത് നെയിമിംഗ് റിയാക്ഷൻ ഇൻക്ലൂഡഡ് ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് ക്ലിയർ ആയിരിക്കണം. ഒരു നെയിമിംഗ് റിയാക്ഷൻ പഠിക്കുമ്പോൾ ആ നെയിമിനല്ല പ്രാധാന്യം, വേണം, എന്നാലും ഏതാണ് റിയാക്റ്റൻ്റ്, ഏതാണ് പ്രോഡക്റ്റ്. ഈ റിയാക്ഷനിലെ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും പ്രത്യേകത എന്താണ്, ഏത് തരത്തിലാണ് ഈ പ്രോഡക്റ്റായി മാറുന്നത്, ഇതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റു നെയിമിംഗ് റിയാക്ഷൻസ് ഏതാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങളിത് മറക്കൂല. ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റിയേജൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് അസറ്റോഫീനോൺ ആൻഡ് ബെൻസോഫീനോൺ. അപ്പോൾ രണ്ടുപേരും കീറ്റോൺസ് ആണ് അല്ലേ. അപ്പോൾ രണ്ടുപേരും കീറ്റോൺസ് ആകുമ്പോൾ ബെനഡിക്സ് റിയേജൻറ്റിനോ 2,4-diphenyl hydrazine to get 2,4-diphenyl hydrazone. അക്വസ് സോഡിയം ബൈസൾഫൈറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സോൾട്ട് ആക്കി സെപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ട് വരുന്ന ഏക ആൻസർ D ആണ്, അതായത് ഐഡോഫോം ടെസ്റ്റ് ആണ്. അപ്പോൾ ഐഡോഫോം ടെസ്റ്റ് തരുന്നതെങ്കിൽ സോഡിയം കാർബണേറ്റോ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡോ ട്രീറ്റഡ് വിത്ത് അയോഡിൻ ആണ്. അപ്പോൾ അത് നമ്മൾ ആരൊക്കെയാണ് ഐഡോഫോം ടെസ്റ്റ് തരുന്നതെന്ന് പഠിച്ചിട്ടുള്ളത്? കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് CH3CO ഗ്രൂപ്പ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് CH3CHOH ഗ്രൂപ്പ്. ഇവരിത്രയും. അപ്പം ഈ CO ഗ്രൂപ്പിൻ്റെ അടുത്തൊരു CH3 വേണം, എന്നാലേ യെല്ലോ ക്രിസ്റ്റൽസ് ഓഫ് ഐഡോഫോം കിട്ടുള്ളൂ. അപ്പോൾ ബെൻസോഫീനോണും അസറ്റോഫീനോണും കമ്പയർ ചെയ്താൽ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഒരു COCH3 വരുന്നതാണ് അസറ്റോഫീനോൺ.
So you have 3 hydrogen near the CO group. But benzophenone ഈ CO-യുടെ മുകളിൽ ഒരു C6H5 വരുന്നതാണ്. അപ്പോൾ അവിടെ CS3 ഇല്ല. സോ വാട്ട്സ് എ കണ്ടീഷൻ? there should be a CS3 group near to the CO group. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇതിൽ ഉണ്ട്, ഇതിൽ ഇല്ല. അപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും നല്ല റിയാക്ഷൻ ഏതാ? ഐഡോഫോം ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഐഡോഫോം ടെസ്റ്റ് ആണ്, അതായത് ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ, അതായത് കീറ്റോൺസ് R1 R2 സെയിം ആകാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആകാം, എങ്ങനെയായാലും ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഇൻ വൺ സ്റ്റെപ്പ് ബൈ, ഒരു സ്റ്റെപ്പിൽ കിട്ടണം. അപ്പോൾ സാധാരണ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോൾ ഓക്സിഡേഷൻ നടത്തുമ്പോൾ നമ്മളൊരു വ്യത്യാസം പഠിച്ചിട്ടുണ്ട്. ഒറ്റ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ ഫൈനൽ പ്രോഡക്റ്റ് എന്താവുന്നതാണ്. അപ്പോൾ പ്രൈമറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡ്സ് കിട്ടും, ആൽഡിഹൈഡ്സിന് ഓക്സിഡേഷൻ നടത്തി ആസിഡ് ആവും. സെക്കൻഡറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്തിയ കീറ്റോൺ കിട്ടും. റിലേറ്റീവ്ലി കീറ്റോൺസ് ആർ ഡിഫിക്കൽട്ട് ടു ഓക്സിഡൈസ്. അതുകൊണ്ട് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ഏതെങ്കിലും ഉപയോഗിക്കണം, നൈട്രിക് ആസിഡ് പോലെയുള്ള. ടെർഷ്യറി ആൽക്കഹോൾ ഓക്സിഡേഷൻ നടന്നാൽ യു വിൽ ഗെറ്റ് കീറ്റോൺസ് വിത്ത് ലെസർ നമ്പർ ഓഫ് കാർബൺ. വീണ്ടും സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിച്ചാൽ അത് വീണ്ടും ആസിഡൊക്കെ ആവും. അത് നമ്മുടെ വിഷയം. നമുക്ക് ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് കീറ്റോണിനെ എന്താക്കണം? ഒറ്റ സ്റ്റെപ്പിൽ കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തേത് ഏതാ? ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്തിയാൽ ആൽഡിഹൈഡേ കിട്ടും. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റേഴ്സ്. എസ്റ്റേഴ്സിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആസിഡും ആൽക്കഹോളും കിട്ടും. അടുത്തത് ഓക്സിഡേഷൻ ഓഫ് ടെർഷ്യറി ആൽക്കഹോൾ. ഓക്സിഡേഷൻ ഓഫ് ടെർഷ്യറി ആൽക്കഹോൾ നിങ്ങൾക്ക് ആദ്യം കീറ്റോണിനെ തരും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. CS3 COH, CS3 CS3. ഇയാളെ ഓക്സിഡേഷൻ നടത്തിയാൽ ഇയാൾ ആദ്യം എന്താവുമെന്നറിയോ? CS3 COCS3 ആവും. പ്ലസ് മറ്റത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ടൊക്കെ പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു CO ഗ്രൂപ്പ് ഡയറക്റ്റ് കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ടെർഷ്യറി ആൽക്കഹോളിന് ഓക്സിഡേഷൻ നടത്താം. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ സി ആണ്. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ റിയാക്ഷൻ ഷോൺ ബിലോ? അപ്പോൾ NaCN-ഉമായിട്ടാണ് റിയാക്ട്. നോക്കൂ, ഇവിടെ 2 ബ്രോമിൻ ഉണ്ട്. ഒരു ബ്രോമിൻ ഡയറക്ട്ലി കണക്റ്റഡ് ടു ബെൻസീൻ റിങ്, മറ്റൊരു ബ്രോമിൻ സൈഡ് ചെയിൻ കാർബണിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോഡിയം സൈനൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നിങ്ങൾക്കറിയാം ദ ബ്രോമിൻ വിൽ ബി റീപ്ലേസ്ഡ് ബൈ സൈനൈഡ് ഗ്രൂപ്പ്. ബട്ട് വിച്ച് ബ്രോമിൻ വിൽ ബി റീപ്ലേസ്ഡ്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഈ ബ്രോമിൻ റീപ്ലേസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, ബിക്കോസ് യു നോ ദാറ്റ്സ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ബെൻസീൻ റിങ്. ബ്രോമിൻ ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ബെൻസീൻ റിങ്ങിന് റിയാക്ടിവിറ്റി കുറവാണെന്ന് നമ്മൾ പഠിച്ചു. അറൈൽ ഹാലൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ്. റീസൺസും പഠിച്ചു. sp2 ഹൈബ്രിഡൈസ്ഡ്, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ, ലെസ് പൊളാരിറ്റി. അപ്പം റിയാക്ട് ചെയ്യാൻ സാധ്യത ഏതാ? ഈ ബ്രോമിനാണ്. അപ്പോൾ NaCN-ഉമായിട്ട് ഈ ബ്രോമിൻ റിയാക്ട് ചെയ്യുമ്പോൾ ഈ ബ്രോമിന് പകരം സൈനൈഡ് വരും. അതാണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. അയാൾ വീണ്ടും ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തിയാൽ എന്താവും? ഇത് ആ CN ബിക്കം ആസിഡ് COH ആവും. അപ്പോൾ മുകളിൽ ബ്രോമിൻ അസച്ച് മെയിൻറ്റെയിൻ ചെയ്യും, ഇവിടെ ഒരു പുതിയ COOH ഗ്രൂപ്പും കൂടെ വരും. അങ്ങനെയുള്ള ഒരേ ഒരു പ്രോഡക്റ്റ് C ആണ്. therefore the answer is C. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. which of the following compounds undergo decarboxylation upon heating? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം ശ്രദ്ധിച്ച് നോക്കൂ. ഒരു ആസിഡും ഒരു CO ഗ്രൂപ്പും ഉള്ളതാണ് കൂടുതലും. അപ്പോൾ ഇതിനകത്തൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ബീറ്റ കീറ്റോ ആസിഡ്സ് undergo decarboxylation on heating. ഹീറ്റിംഗ് ചെയ്യുമ്പോൾ ഡീകാർബോക്സിലേഷൻ നടക്കുന്നത് ബീറ്റ കീറ്റോ ആസിഡ്സ് ആണ്. അപ്പോൾ ഇതിലേതാണ് ബീറ്റ കീറ്റോ ആസിഡ് എന്ന് നോക്കാം. അപ്പം ദിസ് ഈസ് ആൽഫ, ദിസ് ഈസ് ബീറ്റ. അവിടെയല്ല കീറ്റോ വന്നിരിക്കുന്നത്. ദിസ് ഈസ് ആൽഫ, അവിടെയല്ല വന്നിരിക്കുന്നത്. ദിസ് ഈസ് ആൽഫ, ബീറ്റ, ഗാമ, അങ്ങനെ അങ്ങ് പോകും. അതുമല്ല. അപ്പോൾ ഇതിൽ ആൽഫ ബീറ്റ, അപ്പം ഇതാണ് ബീറ്റ കീറ്റോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ കീറ്റോ ആസിഡുകളാണ് എളുപ്പത്തിൽ ഡീകാർബോക്സിലേഷൻ വിധേയമാവുന്നത് ഹീറ്റ് ചെയ്യുമ്പോൾ. ആ കണ്ടീഷൻ ഒന്ന് പഠിച്ചു വെക്കണം. അതനുസരിച്ച് ഇതിൻ്റെ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് നോൺ എസ്. അപ്പോൾ നോക്കൂ, ഫീനോളിനെ HCl-ഉം HCN-ഉമായിട്ട് റിയാക്ട് ചെയ്തിരിക്കുകയാണ്. ഫീനോളിനെ HCl-ഉം ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസിൻ ക്ലോറൈഡ്.
അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് എന്ന് വരുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പിന്നെ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷനാണ്. ഏകദേശം അതുപോലൊരു റിയാക്ഷൻ തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് പക്ഷെ ഇവിടെ ഇൻട്രൊഡക്ഷൻ ഓഫ് CHO ഗ്രൂപ്പ് ഇൻ ദ ബെൻസീൻ റിംഗ് ആണ്. ഇങ്ങനെ വരുമ്പോൾ ബെൻസീൻ റിംഗിൽ CHO ഗ്രൂപ്പാണ്. നമ്മൾ CH3 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പഠിച്ചു, COCH3 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പഠിച്ചു. പക്ഷെ ഒരു CHO ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നതിന് ഒരു പേരുണ്ട്. ശരി, അത് നമുക്കറിയില്ല എന്ന് വെച്ചോളൂ. പക്ഷെ പെർക്കിൻ ഗട്രുമാൻ കോർപ്സ് ഇത് മൂന്നുമല്ല ഈ റിയാക്ഷൻ. ഇതിൻ്റെ പേര് ഗട്രുമാൻ ആൾഡിഹൈഡ് റിയാക്ഷൻ എന്നാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് D ആണ്, ഗട്രുമാൻ ആൾഡിഹൈഡ് റിയാക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2 രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. രണ്ടും ട്രൂ ആണോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റേഴ്സ് ഫ്രം കാർബോക്സിലിക് ആസിഡ് ആൻഡ് ആൻ ആൽക്കഹോൾ, യു കോൾ ഇറ്റ് എസ് esterification, in the presence of an acid catalyst, the water or the ester should be removed as fast as it is formed. അപ്പോൾ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത് ആസിഡും ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എസ്റ്ററും വാട്ടറും ഉണ്ടാകും. ഇറ്റ്സ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ആൻഡ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് യൂഷ്വലി. അപ്പോൾ അവർ ചോദിക്കുന്നു അവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ആയ വാട്ടർ അല്ലെങ്കിൽ എസ്റ്റർ രണ്ടിനെയും കണ്ടിന്യൂസ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കണം. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. വൈ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ആൽക്കഹോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് കാറ്റലിസ്റ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്ന പ്രോഡക്ട്സ് വീണ്ടും കമ്പൈൻ ചെയ്ത് റിയാക്റ്റൻസ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റിയാക്ഷന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? പ്രോഡക്റ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കറക്റ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റും അതിനുള്ള റീസണുമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ എന്നുള്ളതാണ്. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് 1. Therefore the answer is A. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, അതായത് 25th ക്വസ്റ്റ്യൻ. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ അത് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ കാർബോക്സിലിക് ആസിഡ് ഈസ് എ സ്ട്രോങ്കർ ആസിഡ് ദാൻ ഫീനോൾ. It's correct statement. The conjugate base of the carboxylic acid, a carboxylate ion, is stabilized by two equivalent resonance structures in which the negative charge is at the more electronegative oxygen atom. അപ്പോൾ കാർബോക്സിലേറ്റ് അയോൺ, നമുക്കറിയാം കാർബോക്സിലേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ C+O അയോൺ, ഇതാണ് കാർബോക്സിലേറ്റ് അയോൺ. മറ്റത് ഫീനോക്സൈഡ് അയോൺ ആണ്. ഫീനോക്സൈഡ് അയോൺ ആണ്. ഇപ്പോൾ ചോദ്യം കാർബോക്സിലിക് ആസിഡ് ഈസ് എ സ്ട്രോങ്കർ ആസിഡ് ദാൻ ഫീനോൾ ആണ്. അപ്പോൾ ഇവിടെ ഇയാൾ എന്താണ് മോർ സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. കാരണം ഓക്സിജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു നെഗറ്റീവ് ചാർജും കൂടി അക്യുമുലേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ the conjugate base of the carboxylic acid, a carboxylate ion, is stabilized by two equivalent resonance structures ആണ്, in which negative charge is at the more electronegative oxygen atom. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. Therefore നമ്മുടെ ആൻസർ ഇവിടെയും A ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇതിൽ ഏറ്റവും നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് ആരെയാണ്? നെയിമിംഗ് റിയാക്ഷനുകളെയാണ്. നെയിമിംഗ് റിയാക്ഷനുകളെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ശ്രദ്ധിച്ചാൽ ഓർഗാനിക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.